സംസ്ഥാനത്ത് ഉയർന്ന താപനില മാറ്റമില്ലാതെ തുടരുകയാണ്. പാലക്കാട് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് തുടരുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം 11 മണിക്ക് ചേരും. കൂടുതൽ വിവരങ്ങളുമായി സൻസ ശോഭാചന്ദ്രൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സൻസ, എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിലൊരു സെൽഫ് ലോക്ക്ഡൌൺ ഒക്കെ പറഞ്ഞിരുന്നു. മറ്റ് ക്രമീകരണങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. കാരണം തുടർച്ചയായി ഈ തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ സൂര്യാതപം ഏൽക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ കനത്ത ചൂട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന വേനൽമഴ ആ രീതിയിൽ അതിവേഗം ഉണ്ടാകുമോ എന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അതെ, ഇനി വേനൽ മഴ സജീവമായാൽ മാത്രമേ ഈ കനത്ത ചൂടിന് ഒരു പരിഹാരമാകൂ. ഈ ചൂട് മൂലം സമസ്ത മേഖലകളും കേരളത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് തുടരുന്ന ഒരു സാഹചര്യമാണ്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. 36 മുതൽ 38 ഡിഗ്രി വരെ 39 ഡിഗ്രി വരെ താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഈ ജില്ലകളിലൊക്കെ ഉള്ളത്. കൊല്ലത്ത് 39 ഡിഗ്രി വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ തൃശൂർ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. സൂര്യാതാപം, അതുപോലെ തന്നെ സൂര്യാഘാതം, നിർജ്ജലീകരണം എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂര്യാഘാതവും ഒക്കെ ഏറ്റ റിപ്പോർട്ടുകൾ നമ്മൾ ഇപ്പോൾ നേരത്തെ കേട്ടതാണ്. അത്തരത്തിൽ ഒരു തുടർക്കഥയാകുകയാണ് സൂര്യാതപം ഏൽക്കുന്നത്. ഇത് തടയാനുള്ള ഏക മാർഗം ജാഗ്രത പാലിക്കുക എന്ന് തന്നെയാണ്. അത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മുതൽ കനത്ത വെയിൽ ഉണ്ടാവുന്ന സമയം 10 മുതൽ വൈകുന്നേരം 3 മണി വരെ പരമാവധി പുറത്തു പോകാതിരിക്കുക. പുറത്തു പോകുന്നുണ്ടെങ്കിൽ പോലും മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കൂടാതെ തൊപ്പിയും കുടയും എപ്പോഴും കരുതുക. അത്തരത്തിൽ മാത്രമേ നമുക്ക് ഈ സൂര്യാതാപം ഒക്കെ തടയാൻ കഴിയൂ. ഈ സൂര്യാതാപം അല്ലെങ്കിൽ സൂര്യാഘാതം ഒക്കെ ഏറ്റാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ അത് ബാധിക്കും. വലിയ തരത്തിലുള്ള പൊള്ളലുകൾ ഉണ്ടാകും. മരണത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അതീവ ശ്രദ്ധ വേണം. ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത തല യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ ഈ ബന്ധപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാരും ഈ യോഗത്തിൽ ഇന്ന് 11 മണിക്ക് ഓൺലൈനായി പങ്കുചേരും. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ചൂട് കൂടിയതോടെ കേരളത്തിലുള്ളത്. നമുക്കറിയാം, അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടാതെ തന്നെ പാമ്പുകൾ വലിയ രീതിയിൽ വീടുകളിൽ കയറുന്നു. അതിൽ ഒരുപാട് മരണങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. പലർക്കും ഈ പാമ്പ് കടിയേറ്റാണ് മരണം എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അത്തരത്തിൽ ഈ ചൂട് കൂടിയതോടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. ഇതിന് ഏക പ്രതിവിധി എന്ന് വെച്ചാൽ ഒരു സെൽഫ് ലോക്ക്ഡൌൺ പോലെ എടുത്ത് നമ്മൾ പരമാവധി ഈ ഒരു താപനില ഉയരുന്ന സമയത്ത് പുറത്തു പോകാതിരിക്കുക എന്നത് തന്നെയാണ്. മനുഷ്യർക്ക് താങ്ങാൻ കഴിയാത്ത അത്ര ചൂടാണ്. ഇപ്പോൾ 39 ഡിഗ്രി ഒക്കെ സെൽഷ്യസ് താപനിലയാണെങ്കിൽ പോലും ഹ്യൂമിഡിറ്റി വലിയ തോതിലായിരിക്കും. വലിയ തോതിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതായിരിക്കും. അതും ഈ സൂര്യാതപം ഒക്കെ ഏൽക്കുന്നതിന് മുൻപേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു ക്ഷീണം പോലെയാണ് തോന്നുക. പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ അതിന്റെ പ്രവർത്തനം നിലയ്ക്കുക. സ്ട്രോക്ക് വരാനുള്ള സാധ്യത അത്തരത്തിലാണ്. അങ്ങനെ മരണത്തിലേക്ക് വരെ കടക്കാനുള്ള ഒരു സാധ്യതയാണ്. ചൂടിനെ നമ്മൾ ചെറുതായി കാണാൻ ഒരിക്കലും പാടില്ല. വലിയ തരത്തിലുള്ള ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. രുചീഷ്, ശരി സൻസ, അത് തന്നെയാണ്. സാധാരണ ഇതിൽ ആളുകൾ ഇത് ചൂട് നമ്മൾ ഇപ്പോഴും കാണുന്നതല്ലേ എന്ന തരത്തിൽ കാണും. പക്ഷേ ഇത് ഈ മാസത്തെ ഈ ചൂട് അത് വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വളരെ കൃത്യമായി തന്നെ ഈ ഒരു സമയം 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയം വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കണം എന്ന് പറയുന്നത്. മറ്റ്